നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം? ഈ പിക്ചറിൽ കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. ഇതൊരു പഞ്ഞിക്കായയുടെ തൊണ്ടാണ്. അതൊരു വഞ്ചിയുടെ ഷേപ്പിൽ ഏകദേശം ഒരു ടൈലിൽ ഒരു സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന ഒരു ടൈലിൽ വെച്ചപ്പോൾ അടിയിൽ വെള്ളം അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ പോലെ നമുക്കൊരു ഫോട്ടോഗ്രാഫിക് തീം പോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളും വസ്തുക്കളൊക്കെ കാണുമ്പോൾ അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതെങ്ങനെയൊക്കെ വച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് നന്നായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. കൂടിപ്പോയാൽ അതിൻ്റെ ഒരുപാട് യൂസസ് നമ്മൾ ചെയ്തു നോക്കുക. അങ്ങനെയാണ് നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റി കൂടുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഓൾറെഡി എല്ലാവർക്കും ഉണ്ടാവും. അല്ല, ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്നവർ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചിരട്ട എടുത്തു കഴിഞ്ഞാൽ ചിരട്ടയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിൽ മണ്ണ് നിറച്ച് ഒരു ചെടി നടുന്നത് തൊട്ട് അതുകൊണ്ടൊരു ടീ കപ്പ് ഉണ്ടാക്കുന്നത് വരെ ഒരുപാട് യൂസസ് ഉണ്ട് ആ ഒരു ചിരട്ടയിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തീം എടുത്തു കഴിഞ്ഞാൽ ആ തീം എങ്ങനെയൊക്കെ നന്നാക്കാം. ഇപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും, മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും ഒരു പാട്ടിന് ചേർന്ന് ഏതൊക്കെ സ്റ്റെപ്സ് ആയിരിക്കും അതിന് മാച്ചിങ് എന്നുള്ളതൊക്കെ നോക്കാം. ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളായാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായാലും പാഷൻസ് ആയാലും എല്ലാം പരസ്പരം കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കുക. അങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചിന്തിച്ച് നോക്കുക.